രേഖ ആദ്യം എങ്ങ് പോയി? ആദ്യമൊന്നും ഇവിടെ കാണാനില്ലല്ലോ. എവിടെ പോയി? അവൻ നാട് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എവിടെ പോയിന്നറിയില്ല, പക്ഷെ ഇങ്ങനെ കാണാൻ വേണ്ടി പോരാന്ന് പറഞ്ഞിട്ട് പോയേക്കുന്നെ. ഞാൻ ഇവിടെ മൊത്തം തപ്പായിരുന്നു. ഇനി അവൻ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്റെ അടുത്തൊന്ന് വരാൻ പറയണം. എന്റെ കല്യാണാലോചന വന്നിട്ടുണ്ട്. അതെന്താ അടുത്ത് അങ്ങനെ പറഞ്ഞ്? പണ്ടോട്ടെ ആദ്യ വൈകിട്ടുള്ളതാന്നല്ലേ പറഞ്ഞേ? ഇതിപ്പോ എന്താ മാറ്റി? ഇപ്പം അവനെന്താ വേറെ പെണ്ണിനൊക്കെ നോക്കുന്നേ? എന്റെ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തൊക്കെയോ കരുതിയിട്ടുണ്ട്. എനിക്കും വൈകമോള് എന്റെ മരുമോളായി വരണമെന്ന് ആഗ്രഹം. ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചതും. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. നീ ഒന്ന് ഏട്ടനോട് സംസാരിച്ചു നോക്ക്. എന്താടി എന്തേ വിളിച്ചേ? ഞാൻ അപ്പുറത്ത് പിള്ളായിട്ട് കളി കളിക്കായിരുന്നു. എടിത് ഈ ചേട്ടൻ പറയാം, ഇത് ഈ ചേട്ടന്റെ സ്ഥലമാണ്, ഇവിടെ കളിക്കാനൊന്നും പാടില്ല, അങ്ങനെയൊക്കെ പറയാം. അതെന്ത് ചേട്ടാ ഞങ്ങളോട് കളിച്ചോ? ഞങ്ങള് ഇവിടെ കളിച്ചോണ്ട് ഇപ്പൊ എന്താ? ഞങ്ങള് കുറെ നാളായിട്ടിട്ട് കളിക്കുന്ന. അത് ചേട്ടനോട് ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഇല്ലായിരുന്നു. ഹലോ, എന്താ മിണ്ടാത്തെ ചേട്ടാ? തന്റെ പേരെന്താ? ഞാൻ അഗ്നി. ഞാൻ ഇവിടെ അടുത്താ. അല്ല, ചേട്ടനും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. തന്നെ കാണാൻ ചാൻസ് കുറവാ. ഞാൻ യുഎസിലായിരുന്നു. അതെ, കുറച്ച് ദിവസമായിട്ടുള്ള ഇവിടെ വന്നിട്ട്. പിന്നെ നാട് കാണാൻ ഇറങ്ങിയതാ. ആദിനാഥ്, നൈസ് ടു മീറ്റ് യു. ആ ചേട്ടാ, ഞങ്ങള് കളിച്ചോട്ടെ. ഞങ്ങള് ചിലപ്പോ ചേട്ടന്റെ സ്ഥലമായിരിക്കും. ഞങ്ങള് കളിച്ചോട്ടെ. ഓക്കേടോ. അല്ല, താൻ ഇന്നിവിടെ വരുമോ? പിന്നെ ഞാൻ എന്നെ കൊടുത്തിട്ടുണ്ടോ? ഹായ് അഗ്നി. ചേട്ടാ, ചേട്ടനോട് ഉണ്ടായിരുന്നു. ഓയ് അഗ്നി. ഹായ്ഡോ അഗ്നി. ഹേയ് അഗ്നി, ഒന്നവിടെ നിന്ന്. എന്താ ചേട്ടാ? എന്താ കാര്യം? അഗ്നി, എനിക്കറിയാം എനിക്കിതറിയാന്നുള്ള കാര്യം. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് നിന്നെ കണ്ടപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോ തുടങ്ങി എങ്ങനെ തുടങ്ങി ഒന്നും എനിക്കറിയില്ല. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് മേ ബി ഇതാവാം. എനിക്ക് എന്റെ ജീവിതത്തില് നീ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഒരാഗ്രഹം. Will you be my mine? ആദ്യം എനിക്കറിയാം അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആവത്തുള്ളൂ. താൻ്റെ അടുത്ത് ഒരുപാട് അടുക്കും തോറും ഞാൻ അകലാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് പറ്റിയില്ല. താൻ ഇത് US അല്ല ആദി. താൻ ജീവിച്ച ചുറ്റുപാടുകളൊന്നുമല്ല. തനിക്ക് പറ്റിയൊരു പെണ്ണുമല്ല ഞാൻ. അതിനൊക്കെ പുറമെ താനും ഞാൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ജാതി, ആ ജാതി തന്നെക്കാളും ഭയങ്കര താഴെയാണ് അതിൽ ഞാൻ. അതുകൊണ്ട് തന്റെ വീട്ടുകാർക്കോ എന്റെ വീട്ടുകാർക്കോ ഇതിൽ യാതൊരു സമ്മതം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്റെ എന്റെ ജീവിതം അവിടെ തീരും. എന്തിനാണ് ഇതിനൊക്കെ? എന്റെ താഴെ എന്റെ അനിയത്തിമാരാ. അവരുടെ ജീവിതം ഞാൻ കാലൊരിക്കലും തകരാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റി ആദ്യം താൻ ഇവിടെ തന്നെ വിട്ട് കളഞ്ഞിട്ട് നല്ലത്. അഗ്നി, ഞാൻ ചോദിച്ച എന്താ നീ പറയുന്നത്? എന്താ ജാതി? അത് നീ അവിടെ വിട്, അത് നീ കളയെ. നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ അത്ര എനിക്കറിഞ്ഞാൽ മതി. ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി അതിനെ കാണാൻ വരണ്ട. അപ്പോ ആൻസർ യെസ് ആണ്. നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും. പിന്നെ നിന്നെ കാണാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ എന്റെ ഇഷ്ടം. പിന്നെ നിന്റെ ഫാമിലി എന്റെ ഫാമിലി ഒന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഐ ലവ് യു. എനിക്ക് നീ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ജീവിതത്തിൽ എന്റെ പ്രാണസഖിയായിട്ട് നീ എന്റെ കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എന്റെ ഫാമിലി ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെ നോക്കേണ്ട കാര്യം എനിക്കില്ല. നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലോ ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്. ആദ്യം ഇഷ്ടപ്പെടാതിരിക്കാൻ ഒന്നും ഞാൻ നിന്നെ കാണുന്നില്ല. എന്നെ കണ്ടപ്പോട്ട് എനിക്കിഷ്ടം. പക്ഷെ
ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. എനിക്ക് കിട്ടുന്ന ആൻസർ കിട്ടി അഗ്നി. നാളെ നമ്മൾ സ്ഥിരം കാണാറുള്ള സ്ഥലത്ത് വെച്ച് കാണണം. അമ്മ എന്തൊക്കെയാണ് നടക്കണേ? ആദ്യയുടെ എന്തേ കല്യാണമല്ല അമ്മ നടത്താന്ന് വിചാരിച്ചേ. ഇപ്പത്തെ അവന് വേറൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു വിധത്തില് ഞാനത് നടക്കാൻ തീരുമാനിച്ചു. ഞാൻ അവരെ വിളിച്ച് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ആ കല്യാണം നടക്കില്ല. ഇപ്പൊ ആ പെണ്ണ് ചെറ്റക്കുള്ളിൽ താമസിക്കുന്ന ആ പെണ്ണ് അവള് ഒച്ചെടുത്ത് കാരണം അവള് വശീകരിച്ചേക്കുവാ എന്റെ ആദ്യേട്ടനെ. ഞാൻ സമ്മതിക്കില്ല രണ്ടുപേരും ഒന്നിക്കാൻ. അമ്മ അവരൊന്നിക്കാൻ പാടില്ല. മോളെ പേടിക്കാണ്ടിരിക്കെ. അവൾ എന്തായാലും ഈ വീട്ടിലെ മരുമോളായിട്ട് വരില്ല. അതൊക്കെ ഞാൻ ചെയ്തു വെച്ചോളാം. മോളെ പേടിക്കണ്ട. ചെറ്റക്കുടി കഴിയുന്ന അവളുടെ മോഹം കാണുമ്പോഴാണ് എനിക്ക് എടുത്ത് കയറുന്നേ. പണ്ട് തന്ത കാണിച്ച കുളത്തിന് തള്ള അനുഭവിച്ച പോലെ ഇപ്പൊ അവള് കാണിക്കാൻ പോകുന്നതിന് അവളുടെ അനിയത്തിമാരെ അനുഭവിക്കും. ഇങ്ങനെ ചെയ്തു കൊടുത്ത് അവള് വെന്ത് മരിച്ചു. അമ്മ എന്താ ചെയ്യാൻ പോന്നെ? അതാദ്യം പറ. സുഭദ്രേ, എന്താ ഇവിടെ നടക്കണേ? ആരാ പെണ്ണിന്റെ വീട്ടിൽ വിളിച്ച് ആദ്യക്ക് എന്തോ പ്രേമുണ്ട് മണ്ണാങ്കട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു? അല്ലേട്ടാ, ആരെന്തോ പറഞ്ഞു എന്നാ പറയണേ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. എന്തിനിപ്പോ ഇങ്ങനെ പറയേണ്ട ആവശ്യം? നമ്മുടെ ശത്രുതയുള്ള ആരുള്ളേ? ആദ്യം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. കാരണം അവൻ അങ്ങനെയുള്ളൊരു കുട്ടിയല്ല. എനിക്കൊന്നും അറിയില്ല. ആദ്യം ഇപ്പൊ സംസാരിക്കണം. എനിക്കിപ്പോ അതാ വേണ്ടേ. ഏട്ടാ, പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. എന്ത് പറയുന്നതിൽ വിഷമമുണ്ട്. നമ്മുടെ ആദിമോനും പിന്നെ വിശ്വനാഥിന്റെ മോളും കൂടെ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്നാ പറഞ്ഞ. സത്യാവസ്ഥ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തറിഞ്ഞു, ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. അതിനടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. അവൻ വരുമ്പത്തേക്ക് അവനടുത്ത് ചോദിക്കും. ഇതിവിടെ വെച്ച് നിർത്തി നമുക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ പുറത്ത് ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ബന്ധം അവനിപ്പോ ഉണ്ടാക്കിയത്. ഇമാതിരി പരിപാടിയൊന്നും ഈ തറപ്പാട്ടി നടക്കത്തില്ല. ആ പെണ്ണിന്റെ ആഗ്രഹം ചെറുതൊന്നുമല്ല. ആദ്യം ഇങ്ങോട്ട് വരട്ടെ. അവളും അവനും പ്രണയത്തിലാണെന്നുള്ള കാര്യം സത്യമാണെങ്കിൽ ആ പെണ്ണിനെ ഞാനങ്ങ് കൊന്നുകളയും. ഏതൊരു പെണ്ണിനെ വിളിച്ചു കൊടുത്താലും ഞാൻ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ അവളാണെങ്കിൽ അത് ഈ വീട്ടിൽ നടക്കത്തില്ല. ഏട്ടന് ഓർമ്മല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മളവളെ ചവിട്ടി പുറത്താക്കിയത്? അവളുടെയും അവളുടെ കുടുംബത്തെയും. അന്ന് അച്ഛൻ എതിർത്തപ്പോൾ നമ്മൾ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവരെ പുറത്താക്കി. ഇനി അവൾ ഈ വീട്ടിൽ കയറാൻ പാടില്ല. വിശ്വനാഥിന്റെ മോളാണ്, നീ ഇവിടെ ഇനി കയറാൻ പാടില്ല. അതാണ് ഏട്ടാ വേണ്ടത്. കാര്യം ആ കല്യാണം മുടങ്ങിയാലും നമ്മൾ ഇനി അതിനെപ്പറ്റി ഓർത്തിട്ടൊന്നും കാര്യമില്ല. എത്രയും പെട്ടെന്ന് ആദ്യം വൈകേഞ്ചി കല്യാണം നടത്തണം. എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്. അങ്ങനെ ഇപ്പം ആരെയും കാര്യമായിട്ട് വിളിക്കൊന്നും വേണ്ട, പെട്ടെന്ന് നടത്താം. ഇവന്റും ആദ്യയുടെയും അതുപോലെ ആ ചാതിരിച്ച പെണ്ണിന്റെ കാര്യം കാണാൻ നാട്ടിൽ മൊത്തം അറിയുന്നതിന് മുമ്പേ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമെല്ലാം മറന്നു കളയും. അപ്പൊ കല്യാണം കഴിപ്പിച്ച് വിടുന്നതായിരിക്കും എന്തുവാണ് നല്ലത്. ഏക പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. ഭാഗ്യക്ക് ഇപ്പോഴും അവന് ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആദ്യത്തെ വൈകിയ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താം. എന്താ വരണമെന്ന് പറഞ്ഞു? വെറുതെ എന്നെ പെണ്ണിനാണ്. എന്താ എനിക്ക് എന്നെ പെണ്ണിനാണാൻ വേണ്ടി ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചോളെ? അപ്പൊ നമുക്ക് ആ ബോട്ടിലോട്ട് നിൽക്കാം. നല്ല മഴയാണ്. ഏട്ടാ,
ആദി അവിടെ നിക്ക്. എന്താ വെച്ചാ കാര്യം? നീയും ആ അഗ്നി എന്ന് പറഞ്ഞ തളിച്ചെടുത്ത് പെണ്ണും തമ്മിൽ എന്താ ബന്ധം എനിക്ക് പറയണം. ഓ, അപ്പത്തേക്കും ന്യൂസ് കിട്ടിയില്ലേ? ഞാൻ നോക്കിയിരിക്കായിരുന്നു, എന്താ ചോദിക്കാതെയായിരുന്നു. എന്തായാലും പറയാം, ഞാനും അഗ്നി തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്. ഇഷ്ടത്തിലെന്ന് പറഞ്ഞാൽ എനിക്ക് അവളില്ലാണ്ടും അവൾക്ക് ഞാനില്ലാണ്ടും ജീവിക്കാൻ പറ്റില്ല. ഇനിയുള്ള എന്റെ ജീവിതം അവളുടെ കൂടെ ആയിരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതായത് എന്റെ ഭാര്യയായിട്ട്, എന്റെ കുട്ടികളുടെ അമ്മയായിട്ട്. ഇനിയെല്ലാം അറിയണ്ട. നിന്റെ തോന്നിയാസം നടത്തണ വീടല്ലാതെ ഇത്. അതൊക്കെ നീ സ്വന്തമായി അധ്വാനിച്ച് നീ വീടുണ്ടാക്കി നിന്റെ കുടുംബമായി ജീവിക്കുമ്പോൾ മാത്രം നിന്റെ തോന്നിയാസം നടത്താൻ പറ്റും. ഇതെന്റെ വീടാ. ഇവിടെ നിനക്ക് ഇഷ്ടപോലെ നടക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനൊരു പെണ്ണിനെ നിനക്ക് കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ആരുടെ വൈകാം. അവളെ നീ എത്ര പെട്ടെന്ന് കല്യാണം കഴിക്കും. പിന്നെ അഗ്നി, അവളെ നീ അങ്ങ് മറന്നേക്ക്. അതായിരിക്കും നിനക്ക് അവൾക്ക് നല്ലത്. ഇനി നിനക്ക് എന്നെ അറിയാലോ. ഈ കാണുന്ന ഞാനാവില്ല. ഇനി ഞാൻ പറഞ്ഞത് നീ അനുസരിക്കാതിരുന്ന. എനിക്ക് ഇതിനും കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ അവൻ തമ്മിലുള്ള ബന്ധം ഇവിടെ നിർത്തിക്കോ. നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്കും അവൾക്കും ആ ദോഷം. എനിക്ക് അറിയാവുന്ന നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ട് അതിനെ പറ്റിട്ട്. താന്നല്ലേ പറയത്തുള്ളൂ. കാരണം അച്ഛനുള്ള പരിഗണന ഞാൻ തന്നിട്ടില്ല. സത്യം പറഞ്ഞ ഹൃദയം കൊണ്ട് തന്നിട്ടില്ല. എനിക്ക് തന്നെ മകനായിട്ടാണോ കണ്ടിട്ടുള്ളത്? പറ. ശരിക്കും പറഞ്ഞ അടിമ, അത്രേ ഉള്ളൂ. ഒരു അടിമ എന്നുള്ള എനിക്കപ്പുറം ഞാൻ തനിക്ക് ഒന്നും അല്ല. എനിക്കറിയാം. ഇപ്പൊ എന്റെ ഇഷ്ടത്തിനാണോ നിങ്ങൾ കല്യാണം വരെ തീരുമാനിച്ചത്? മുമ്പ് ഒരു പെണ്ണായിരുന്നു, ഇപ്പൊ വൈക്കാം. എനിക്ക് അവള് പെങ്ങളെ പോലെ. അവളെ എന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ അഗ്നിയായിരിക്കും എന്റെ പ്രാണസഖി, എന്റെ ജീവിത സഖി. അവളായിരിക്കും, അവള് മാത്രമായിരിക്കും. ഇതിനിടയിൽ നിങ്ങൾ വല്ല കുബുദ്ധിയും കൊണ്ട് വന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം താൻ വിഷമാണേ, ആ വിഷം ഉണ്ടാക്കിയതാണ് എന്നെ. പിന്നെ ഇന്ത്യയിൽ ഉണ്ടാവും വിഷം. സോ ചുമ്മാ കേറി ഉണ്ടാക്കാൻ നിൽക്കണ്ട. തന്തയാണെന്നൊന്നും ഞാൻ നോക്കില്ല. നീ പറഞ്ഞത് ശരിയാ. വിഷം തന്നെയാടാ. അതുകൊണ്ട് തന്നെയാ പെങ്ങളെയും ഒളിയനെയും ഒക്കെ പിടിച്ചിട്ട് പുറത്താക്കിയത്. നീയൊന്നും എനിക്കൊന്നുമല്ല. നീ കാണിക്കുന്ന ഈ തിളപ്പുണ്ടല്ലോ, ഇതൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഇമാതിരി വർത്താനം കൊണ്ട് എന്റെ അടുത്തോട്ട് ഇനി എങ്ങാനും വന്നാ നീ ഇനി അവളെ മറന്നേക്കടാ. നിനക്ക് ഇനി അവളെ കാണാൻ പോലും കിട്ടില്ല. അത് നീ ആലോചിച്ചു. തന്താണെന്ന് വിചാരിച്ച സമാധാനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കുബുദ്ധിയോട് അങ്ങനെ എന്തേലും ചെയ്യും. അത് അഗ്നിക്കും അവളെ കുടുംബത്തിനും ദോഷമായിരിക്കും. എന്തായാലും അഗ്നിയെടുത്ത് പറയണം. അഗ്നിയായിട്ട് ഞാൻ ഇവിടുന്ന് മാറുന്നതായിരിക്കും അവൾക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ വിളിച്ചോടുന്നിരിക്കുക. ബെറ്റർ അജിനെ വിളിച്ചേക്കാം. സന്തോഷായിട്ടത് എങ്ങോട്ടാ മോളെ? നീ എങ്ങനെ എന്റെ മോനെ പെണ്ണായിട്ട് വേണമെന്ന് ഞാൻ വിചാരിച്ചാ? നടക്കില്ലടി, നടക്കില്ല. എനിക്ക് ജീവള്ള വരെ നടക്കില്ല. നീ എന്റെ മോനും ഒരിക്കലും ഒന്നിക്കില്ല. ഉപദ്രവിക്കരുത്. ജീവിക്കണമെന്ന് തോന്നിയത് അതിനെ കണ്ടപ്പോഴ. അതിലൂടെ ഒരുപാട് നാളെ ജീവിക്കണമെന്നുണ്ട്. അവന്റെ ഭാര്യയായിട്ട് പ്ലീസ് ഒന്നും ചെയ്യരുത്. ഇതാണ്ട് നീ എന്റെ മോനെ പോലെ ഇല്ല. കുറച്ചൊക്കെ ബുദ്ധി ഉണ്ട്. നിങ്ങൾ കരയുമ്പത്തേക്കും ഞാൻ എല്ലാം അങ്ങ് മറന്നോളെന്ന് വിചാരിച്ചോ നീ? ഒന്നും മറന്നിട്ടില്ലടി, ഒന്നും മറക്കത്തുമില്ല. അവൻ എന്ത് കണ്ടിട്ട് നിന്നെ സ്നേഹിച്ചതൊന്നും എനിക്കറിയില്ല. പക്ഷെ നിന്നെ അവൻ മറക്കണമെങ്കിൽ നീ ഈ ഭൂമിയിൽ ഒന്നും ഇല്ലാത്ത. കൊണ്ട് കത്തിച്ചു കളഞ്ഞേക്കും. ഒരു ചെറിയ അവശിഷ്ടം പോലും കിട്ടരുത്.